കണ്ണൂർ ജില്ലയിലെ നഗരങ്ങൾക്ക് പുതുമോടിയേകാൻ ബൃഹത് പദ്ധതി ഒരുങ്ങുന്നു. ബീക്കൺ ടൗൺ എന്ന പേരിലാണ് പദ്ധതി. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ഒരു പട്ടണത്തെ പുതുമോടിയിലേക്ക് മാറ്റുകയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ജില്ലയിലെ പട്ടണങ്ങളെ വൃത്തിയും ഭംഗിയുള്ളതുമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ ഭരണകൂടം ബീക്കൺ ടൗൺ എന്ന പദ്ധതി നടപ്പാക്കുന്നത്. ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും ഒരു പ്രധാന പട്ടണത്തെ മാതൃകാ ടൗൺ ആക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ആദ്യഘട്ടം. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ച് ജനകീയ പങ്കാളിത്തത്തോടെയാണ് പ്രൊജക്ട് ബീക്കൺ നടപ്പാക്കുക. ഒക്ടോബർ 2 വരെ നീണ്ടുനിൽക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന ശുചിത്വ, മാലിന്യ സംസ്കരണ, സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുക. ഒരു പട്ടണം മുഴുവനായോ വലിയ പട്ടണമാണെങ്കിൽ 500 മുതൽ 1 കിലോമീറ്റർ വരെയുള്ള ചുറ്റളവിലുള്ള പ്രദേശമോ ആണ് പദ്ധതിക്കായി തെരഞ്ഞെടുക്കുകയെന്ന് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽകുമാർ പറഞ്ഞു. ഓരോ പഞ്ചായത്തിലും ഒരു ടൗണെങ്കിലും ഒരു മാതൃകാ ടൗണാക്കി മാറ്റുക. അപ്പോൾ അവിടെ നടപ്പാതയുടെ വിഷയങ്ങളുണ്ടാകാം, വെളിച്ചത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം, ശുചിത്വത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം, പബ്ലിക് ടോയ്ലറ്റിൻ്റെ വിഷയങ്ങളുണ്ടാകാം. ഇതിന് എന്താണ് കുറവുള്ളത്, ആ കുറവിനെ നമ്മൾ പരിശോധിച്ച് ആ കുറവുകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് പുതിയൊരു പ്രവർത്തനമല്ല. ഒരുപാട് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ PWDയുടെ പ്രവർത്തനങ്ങളുണ്ടാകാം, ശുചിത്വ മിഷൻ്റെ പ്രവർത്തനങ്ങളുണ്ടാകാം, പഞ്ചായത്തിൻ്റേതായിട്ടുണ്ടാകാം, മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിനെല്ലാം ഏകോപിപ്പിച്ച് അതിനകത്തുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അപ്പോൾ ഇതിനൊരു ക്യാമ്പയിൻ എന്നുള്ള തലത്തിൽ ഒക്ടോബർ 2 വരെയും ഒക്ടോബർ 2 വരെ തീരാത്ത പ്രവർത്തനങ്ങൾ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ മാർച്ച് 31 വരെയുള്ള ഒരു കാലയളവിലേക്ക് കൊണ്ടുപോയി അതിനെ പൂർത്തീകരിക്കുക എന്നുള്ളതും ഓരോ ടൗണിനെയും ഒരു മാതൃകാ ടൗണായി മാറ്റുക എന്നുള്ളതാണ് ഈ ബീക്കൺ ടൗൺ പ്രൊജക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിലവിലെ ശുചിത്വ നിലവാരം അളക്കുന്നതിനായി പദ്ധതി പ്രദേശത്ത് ബേസ് ലൈൻ സർവേയും നടത്തും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശുചിത്വ പ്രശ്നങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയും കണ്ടെത്തി അടിയന്തര കർമ്മ പദ്ധതിയും തയ്യാറാക്കും. മാലിന്യം വലിച്ചെറിയുന്നതും ദുർഗന്ധമുള്ളതുമായ സ്ഥലങ്ങൾ കണ്ടെത്തി ശുചീകരിക്കൽ, പൊതുശൗചാലയങ്ങൾ പ്രവർത്തനക്ഷമമാക്കൽ, മാലിന്യ ശേഖരണവും സംസ്കരണവും ശക്തിപ്പെടുത്തൽ, അനധികൃത ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പാക്കും. ജനകീയ പങ്കാളിത്തത്തോടെ ക്ലീനിംഗ് ഡ്രൈവുകൾ, ഓണം ഉൾപ്പെടെയുള്ള ഉത്സവ കാലയളവിൽ പ്രത്യേക ശുചിത്വ ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനം എന്നിവയും നടപ്പാക്കും. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേന, കുടുംബശ്രീ, വ്യാപാരി സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, യുവജന സംഘടനകൾ, നാഷണൽ സർവീസ് സ്കീം, NCC, സ്റ്റുഡന്റ് പോലീസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സർക്കാർ ഓഫീസുകൾ, പൊതുജനങ്ങൾ എന്നിവയെ പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും സുനിൽകുമാർ അറിയിച്ചു. ബീക്കൺ ടൗൺ പദ്ധതി വിലയിരുത്തുന്നതിന് മൂല്യനിർണ്ണയ സംവിധാനവും ഏർപ്പെടുത്തും. എൻ്റെ ടൗൺ എൻ്റെ അഭിമാനം എന്ന സന്ദേശത്തിലൂടെ പട്ടണങ്ങളുടെ ശുചിത്വ പരിപാലനം ഉറപ്പുവരുത്തുകയാണ് പ്രൊജക്ട് ബീക്കൺ ടൗൺ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ലോഗോ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.